ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ഫേസ് പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനത് കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതൊരു 10 മിനിറ്റ് ഞാൻ കയ്യിൽ വെച്ചിരുന്നു. അതൊന്ന് ഉണങ്ങിയതിന് ശേഷം വാഷ് ചെയ്യുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ റിസൾട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ യൂട്യൂബിലുള്ള മനോജ് ജോൺസൺ ഡോക്ടർ, അദ്ദേഹം ഒരു ഫേസ് പാക്കിനെ പറ്റി പറഞ്ഞിരുന്നു. ശരീരത്തിന് മുരിയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ജാഗ്രിയും മിൽക്കും വെച്ചിട്ടൊരു ഫേസ് പാക്ക്, ബോഡി മാസ്ക് ആണ് അദ്ദേഹം പറഞ്ഞത്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, നമുക്ക് ഈ ജാഗ്രിയുടെയും മിൽക്കിൻ്റെയും കൂടെ നമുക്ക് ഞവര അരിയും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ വേറൊരു ഐറ്റവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊരു മാസ്ക് ആക്കിയാൽ ഫേസിൽ നല്ല പ്രയോജനം ചെയ്യും. അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതിയാണ് ഞാനിത് പരീക്ഷിച്ച് നോക്കിയത്. പക്ഷേ പരീക്ഷിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത്രയ്ക്ക് കിടിലൻ റിസൾട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ടൊരു അരമണിക്കൂർ വേണ്ട, ഒരു 20 മിനിറ്റൊക്കെ ഇരുന്നതിന് ശേഷം വാഷ് ചെയ്താലുണ്ടല്ലോ നമ്മുടെ ഫേസൊക്കെ പൂ പോലെ ആയി മാറും. നോക്കൂ, 2 കൈകളും തമ്മിൽ നല്ല വ്യത്യാസമില്ല. എൻ്റെ വലത് കൈയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. അത് നോക്കൂ. ഇനി നമുക്കത് റെഡിയാക്കാം. അതിന് വേണ്ടത് 1/2 കപ്പ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 സ്പൂണ്, ആ സ്പൂണിന് 1 സ്പൂൺ, 1 ടേബിൾ സ്പൂണാണ് ഇട്ടിരിക്കുന്നത്, ശർക്കര ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നവര റൈസിൻ്റെ പൗഡറാണ് ചേർത്തിരിക്കുന്നത്. നേരത്തെ ഞാൻ കാണിച്ചില്ല, നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചില്ല. നമ്മൾ റൈസായിട്ടാകുമ്പോൾ അത് കുക്കിങ്ങിന് ടൈം ഏറെ എടുക്കും. അതേസമയം ഇത് നമ്മൾ വാഷ് ചെയ്ത് ഉണക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരുന്നാൽ പെട്ടെന്നത് കുക്കായി കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ ഒരു 1/2 കപ്പ് നല്ല വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ആവട്ടെ. പൗഡറല്ലേ, അപ്പോൾ അത് മിക്സായി വരാൻ എനിക്ക് താമസം എടുക്കും. അതിൻ്റെ കൂടെ നമ്മൾ എന്താ ചേർക്കുന്നതെന്ന് നോക്ക്. നമ്മുടെ ഇരട്ടി മധുരം, അതൊരു 1/4 സ്പൂൺ മതി. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് അതെല്ലാം ആ പൗഡർ ഫോം ആയതുകൊണ്ട് അത് മിക്സ് ആകാൻ ഇത്തിരി ഒരു താമസമായിരിക്കും. അതൊന്ന് മിക്സ് ആയതിന് ശേഷം സ്റ്റവ് ഓണാക്കി നമുക്കത് കുറുക്കിയെടുക്കാം. ഇത് നല്ല കിടിലൻ റിസൾട്ടാണ് കേട്ടോ. എൻ്റെ മകളാണെങ്കിൽ ഇങ്ങനെയുള്ള ഫേസ് പാക്കോ അല്ലെങ്കിൽ ഒന്നും ഉപയോഗിക്കത്തില്ല അവൾ, അത് സമ്മതിക്കത്തില്ല അവൾ. പക്ഷേ ഇത് ഞാനൊന്ന് നിർബന്ധിച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഇപ്പോൾ അവൾ സ്വയം ഇത് പാക്ക് എടുത്ത് വെച്ച് തനിയേ പുരട്ടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അവൾ തന്നെ പറയും, അമ്മ എൻ്റെ ഫേസൊക്കെ ഇല്ലേ പൂ പോലായി, അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അമ്മ എൻ്റെ ഫേസ്. പറഞ്ഞപ്പോൾ തനിയെ ദിവസവും പറ്റുന്നുണ്ട്. ദിവസവും അപ്ലൈ ചെയ്യാം ഇത് കേട്ടോ, യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല. ദിവസവും അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു ഫേസ് പാക്കാണ്. ഇതൊരു 3 ദിവസത്തേക്കുള്ളത് നമുക്ക് ഒരുമിച്ച് തയ്യാറാക്കി. ഈ ക്വാണ്ടിറ്റി, ഇത്രയും പറഞ്ഞിട്ടുള്ള ഈ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ നമുക്കൊരു 3 ദിവസത്തേക്ക്, ഞങ്ങൾ 2 ആളും കൂടെ പറ്റിയിട്ട് 3 ദിവസം ആകുമ്പം ബാക്കി വരും. 3 ദിവസം കഴിഞ്ഞ് പിന്നെ ഞാൻ യൂസ് ചെയ്തില്ല. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റ് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്താൽ അത് ഒഴുകി വരാത്ത രീതിയിൽ നല്ലൊരു ക്രീമി ആയിട്ടുള്ള ആ ഒരു പരുവത്തിൽ നമ്മൾ എടുക്കണം. ഇത്രയും തിക്കായി കഴിയുമ്പോൾ നമുക്ക് പിന്നീട് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ക്രീമി ആയിട്ട് മാറും. അല്ലെങ്കിൽ പിന്നെ ഒരുപാടങ്ങ് തിക്കായി കഴിഞ്ഞാലും നമ്മുടെ ഫേസിൽ പിടിക്കത്തില്ലല്ലോ. നമുക്ക് ഇനി ഇത് ഈ പാത്രത്തിൽ തന്നെ വെച്ചേക്കരുത്. വെച്ചിരുന്ന് കഴിഞ്ഞാൽ അതങ്ങ് ഒന്നും കൂടെ അങ്ങ് ഡ്രൈ ആയിപ്പോൾ ആ ചൂടോടെ തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കണം. ഇതിപ്പം ശരിയായിട്ടുണ്ട്. ഇത്തിരി കൂടെ ഒന്നാവട്ടെ. ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം, ഉണങ്ങിയതിന് ശേഷം നമ്മൾ വാഷ് ചെയ്യത്തില്ലേ, അതിന് ശേഷം ഒരു ക്രീമും ഒന്നും പുരട്ടണ്ട. അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ്. എൻ്റെ പൊന്നോ, നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കണം, എങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ, ഇതിൻ്റെ ഗുണത്തെപ്പറ്റി മനസ്സിലാവൂ. അത്രയ്ക്ക് കിടിലൻ റിസൾട്ടാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാനിപ്പോൾ ഇത് 2-3 ദിവസത്തേക്കുള്ളത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട ഒരു ബൗൾ ഇത്രയും മതി. നമുക്ക് ജസ്റ്റ് ഫേസിലും കയ്യിലും ഒന്ന് തൂത്താൽ മതിയല്ലോ. അപ്പോൾ അത് ഞാനിത് ഉപയോഗിച്ച് 2-3 ദിവസം ഉപയോഗിച്ച് ബാക്കി മാറ്റി കളഞ്ഞ്.
കാരണം എല്ലാം കൂടുതലായി കഴിഞ്ഞാലേ നമ്മൾ കൂടുതൽ ദിവസം ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇത് നോക്കിക്കണം, നിങ്ങൾ നോക്കിക്കണം. ഈ വലത് കൈ കണ്ടില്ലേ, ഒരു ബ്ലാക്കിഷ് കളർ ഉണ്ട് ആ കൈപ്പത്തിയുടെ മുകളിലായിട്ട്, ആ ചരട് കിടക്കുന്നതിന് മുകളിലായിട്ട് ഒരു ബ്ലാക്കിഷ് കളറുണ്ട്. അത് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ടുള്ളതാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ സർപ്പദൈവങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം അങ്ങനെ സർപ്പദൈവങ്ങളുള്ള കുടുംബങ്ങളിലെ മക്കൾക്കെല്ലാം ഇങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് മുത്തശ്ശിയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഒരു കളർ ചേഞ്ച്. അപ്പം അത് ഒരു 2 ദിവസം ഇത് പറ്റി കഴിയുമ്പോൾ തന്നെ കിടിലനുമായിട്ട് മാറുന്നുണ്ട്. പിന്നീടും വരും കേട്ടോ. അത് എന്തെല്ലാം ചെയ്താലും അത് മാറില്ല. അത് അപ്പം നിങ്ങൾക്ക് ഇത് ഞാൻ കൈ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, 2 കൈയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. വലത് കൈ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, ഇടത് കൈയും വലത് കൈയും കൂടെ കാണിച്ചു തരാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇതൊക്കെ ഞാൻ കുറേ ദിവസമായി പറഞ്ഞിട്ടില്ലേ, മനഃപൂർവ്വമാണ് പറയാത്തത്. എന്നൊന്നും പറയുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവത്തില്ലേ. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അപ്പോഴറിയാം ഇതിൻ്റെ റിസൾട്ട്. ഇതിന് നിങ്ങൾ അഡിക്റ്റായി പോയി ഒരു പ്രാവശ്യം ഇത് നിങ്ങൾ ഈ ഡ്രൈ സ്കിന്നുള്ളവർ ഇത് തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കി ഉപയോഗിക്കണം. അപ്പം അതിന് നിങ്ങൾ അഡിക്റ്റായി പോകും. ഒരു ക്രീമിൻ്റെ ആവശ്യമില്ല പിന്നീട്. അതാണ് ഇതിൻ്റെ ഒരു, നമ്മൾ വേറെ ഏത് ഫേസ് മാസ്ക് ഉപയോഗിച്ചാലും അതിന് ശേഷം നമ്മൾ ക്രീം അപ്ലൈ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഓയിൽ അപ്ലൈ. ഇത് അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ കൈ കൊണ്ട് തന്നെ നോക്കിക്കേട്ട വ്യത്യാസങ്ങൾ, 2 കൈയും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേട്ട്. പുതിയൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ.